അറിയാതെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങിയിരുന്ന നാടോടിക്കുട്ടികൾക്ക് കൈത്താങ്ങായത് കച്ചേരിക്കുന്ന് കൂട്ടായ്മയാണ്. അലഞ്ഞു തിരിഞ്ഞിരുന്ന കുട്ടികളെ സ്കൂളിൽ ചേർത്തിയതും ഇവർ തന്നെ. ഇനിതാ കച്ചേരിക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടോടിക്കുട്ടികൾക്കായി പഠനോപകരണ വിതരണവും നടത്തി. കനിവിന്റെ കൈത്താങ്ങായി എന്നും ഇവർക്കൊപ്പം കൂട്ടായ്മയുണ്ടായിരുന്നു. കച്ചേരിക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടോടിക്കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായി അവർ കുട്ടികളെ സ്കൂളുകളിൽ ചേർത്തി. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ബാഗ്, കുട, പുസ്തകങ്ങൾ എന്നിവയാണ് കൂട്ടായ്മ വിതരണം ചെയ്തത്. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് സിദ്ദിഖ് പാറക്കാടൻ, ആഷിഖ് എ, സൈനുലാബിദ് എന്നിവർ പങ്കെടുത്തു. കച്ചേരിക്കുന്ന് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കച്ചേരിക്കുന്ന് കൂട്ടായ്മ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കച്ചേരിക്കുന്ന് അലയിൽ വെച്ച് നടന്ന വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയ നോമ്പുതുറ, അതിനുശേഷം മതേതരത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് പള്ളിയുടെ മുമ്പിൽ വെച്ച് നടത്തിയ പായസ വിതരണങ്ങൾ, അതുപോലെ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ വർഷം നോമ്പിൻ്റെ ലാഭവിധം കൊണ്ട് നമ്മൾ പാറപ്പുറത്തെ ഒരു സഹോദരനെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞു. അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംഘടന അതിൻ്റേതായിട്ടുള്ള കരുത്ത് തെളിയിച്ചു വരികയാണ്. ഇതിലൊക്കെ ഉപരി മതേതരത്തിൻ്റെ വലിയൊരു പ്രതീകമാണ്. ഒരുപാട് സഹോദരന്മാർ ഇതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. CCA ന്യൂസ്, ചെർപ്പുളശ്ശേരി. വ്യക്തിവിരോധം തീർക്കുന്നതിന് നഗരസഭാ ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ച് വീടിനുള്ളിലേക്ക് മലിനജലം ഒഴുക്കിയതായി പരാതി. നഗരസഭാ വാർഡ് കൌൺസിലറും ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതാവുമായ വ്യക്തിക്കെതിരെയാണ് പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. വെറും 5 സെന്റ് മാത്രമുള്ള യുവതിയുടെ വീട്ടിലേക്ക് ശക്തമായി വെള്ളം ഒഴുകി വരുന്നതിനാൽ വീട് തകർച്ചയുടെ ഭീഷണിയിലാണ്. തോട്ടക്കര, കളരിത്തൊടി, ഏറക്കാട് പറമ്പ് കോളനി റോഡിൽ താമസിക്കുന്ന TP പ്രേയാണ് തന്റെ വീട്ടിലേക്ക് മലിനജലം ഒഴുകുന്നതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വെള്ളം ഇവിടെ കെട്ടിക്കിടക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ റോഡ് ടാർ ചെയ്യുമ്പോൾ സമയത്ത് ഇവിടെ പ്രശ്നങ്ങളുണ്ടായി. അന്നും പരാതി കൊടുത്തവരാരും വന്നില്ല. അവർ ഞങ്ങളുടെ ഭാഗത്തേക്കായിട്ട് റോഡ് കുഴിയായിട്ട് അവർ ടാർ ചെയ്തു. ഇപ്പോൾ അവർ ഇത്രയും കാലം പല സ്ഥലത്ത് അവർ പരാതി കൊടുത്തു. ഞങ്ങൾ പരാതി കൊടുത്തു. മുഖ്യമന്ത്രിയിലും എല്ലാവരും പരാതി നിലനിൽക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 28-ാം തീയതി വന്നിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജീവനക്കാരും ഉദ്യോഗസ്ഥരും സെക്രട്ടറിയും വന്നിട്ട് ഞങ്ങളോട് മുൻകൂർ ഒരു നോട്ടീസും തരാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് റോഡിൽ കുഴിയാക്കിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആ ചളിവെള്ളം മുഴുവൻ മറ്റുള്ള വീട്ടുകളിൽ വരുന്ന മലിനജലം എല്ലാം കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. പ്രിയ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി കൊടുത്തിരുന്നു. 12 വർഷത്തോളം നഗരസഭയിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്ന പ്രിയയെ പിരിച്ചുവിട്ടതിന് പിന്നിലും ഈ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന് പ്രിയ ആരോപിക്കുന്നു. നടപടിയെടുക്കണം പറഞ്ഞിട്ട് പല ഓഫീസുകളിൽ ഞാൻ ഇതായിട്ടുണ്ട്. ഈ പ്രശ്നം ഉണ്ടായതിൻ്റെ ജോലി കളഞ്ഞതിന് ശേഷം ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് സ്റ്റേഷൻ, വനിതാ കമ്മീഷൻ, MLA, മുഖ്യമന്ത്രി എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിലനിൽക്കുകയാണ് വീണ്ടും ഇവർ ഇത് വന്ന് ചെയ്തത്. റോഡ് നിർമ്മാണത്തിലെ അപാകത കാരണം മഴവെള്ളവും ചളിയും വീടിന് മുന്നിൽ റോഡിൽ കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം നഗരസഭയിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും കെട്ടിനിൽക്കുന്ന വെള്ളവും ചെളിയും പോകുന്നതിനായി ഇവരുടെ മതിലിനു സമീപം ഗർത്തങ്ങളുണ്ടാക്കി അത് വീട്ടിലേക്ക് ഒഴുക്കിവിടുകയുമാണ് ചെയ്തതെന്നും ഇവർ ആരോപിക്കുന്നു. നിലവിൽ താഴ്ന്ന പ്രദേശത്ത് വീടുള്ളതിനാലും റോഡിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഡ്രൈനേജ് സൗകര്യം ഇല്ലാത്തതിനാലും ഒഴുകിവരുന്ന മാലിന്യങ്ങൾ വീടിനുള്ളിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് അതിനെതിരെ പ്രവർത്തിക്കേണ്ട നഗരസഭ ഇത്തരത്തിൽ ക്രൂരമായി മനുഷ്യാവകാശ ലംഘനം നടത്തുന്നത്. CCA ന്യൂസ്, ഒറ്റപ്പാലം. കൊപ്പം കരിങ്ങനാട് ഗാന്ധിനഗർ നിവാസികൾക്കായി കുടിവെള്ള പദ്ധതി നിർമ്മിച്ചു നൽകി KMCC കൂട്ടായ്മ. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് KMCC പാടത്ത് തുറന്ന കിണർ കുഴിച്ചു നൽകിയത്. കരിങ്ങനാട് മിഠായിത്തെരുവ് ഗാന്ധിനഗറിലെ നിവാസികളുടെ ഏറെക്കാലത്തെ കുടിവെള്ളക്ഷാമമെന്ന പ്രശ്നത്തിന് പരിഹാരമായാണ് ഹുജൈറ KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റി കുടിവെള്ള വിതരണ പദ്ധതി നടപ്പാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ജലവിതരണ പദ്ധതി ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പാടത്ത് തുറന്ന കിണർ കുഴിച്ച് ഗാന്ധിനഗറിലെ ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. മഹല്ല് ഖാസി PP ഹൈദർ മുസ്ലിയാർ മോട്ടോറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുട്ടി എടുത്തോൾ കുടിവെള്ള വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം വാസ്തവം പറഞ്ഞാൽ 10 വർഷമായിട്ട് എൻ്റെ മുമ്പിൽ ഒരു വിഷയമാണ്. അങ്ങനെ പല പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം നമ്മൾ CP എന്ന MLA ആയ സമയത്ത് CPയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ കുഴൽക്കിണർ കുഴിക്കേണ്ടായി. അതിൽ വെള്ളം കിട്ടിയില്ല. വീണ്ടും ഫണ്ട് വെക്കുന്നതിന് പാലക്കാടുമായി ബന്ധപ്പെട്ട് കുറേ ഓടിയ ഇവിടെ ചെറുപ്പക്കാർ കുറേ ഓടിയിട്ടുണ്ട്. ഞാനും കുറേ ഓടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഓടി നടന്നതാണ്.
വീണ്ടും വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴൽക്കിണർ കുഴിച്ചിവിടെ നമ്മളിവിടെ ഒരു മോട്ടോർ സ്ഥാപിച്ചു മുമ്പോട്ട് പോയത്. അതിലും കാര്യമായ വെള്ളം കിട്ടിയില്ല. അപ്പോഴും നമ്മുടെ മനസ്സിൽ സങ്കടമാണ്. മുമ്പോടെ പല വർക്കുകൾ വെച്ചിട്ട് വെള്ളം കിട്ടാതെ പോയിട്ടുണ്ട്. കിട്ടിയതിൽ വെള്ളം കുറവാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ സങ്കടപ്പെട്ട് മുമ്പോട്ട് പോയി. ഇങ്ങോട്ട് വെള്ളമില്ല എന്ന് ഞാൻ ഇവിടെ കാണുമ്പോൾ പറയാറുണ്ട്. നമ്മൾ എത്ര ഫണ്ട് വെച്ചാലും ഈ ഉള്ളാട്ടുപടി ഭാഗത്തേക്ക് വെള്ളം കിട്ടാൻ വലിയ പ്രയാസമാണ്. നമ്മുടെ സങ്കടമാണ്. അവിടെയാണ് KMCC മുസ്തഫയിലുള്ള രംഗത്ത് വരുന്നതും നമുക്ക് ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനോഹരമായൊരു കിണർ, നല്ല ഞങ്ങളെ പോയി കണ്ടു, മനോഹരമായൊരു കിണർ. ആ കിണർ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഒരു കാലത്തും പറ്റാത്ത ഒരു കിണറായിട്ട് തോന്നുകയാണ്. അത് മാത്രമല്ല, കുഴൽക്കിണർ മാത്രമാരി അത്രയല്ല, ശുദ്ധമായ വെള്ളമാണ് നമുക്ക് അതിന് കിട്ടുന്നത്. അതിന് വലിയ പ്രത്യേകത. ആ ശുദ്ധമായ വെള്ളം കിട്ടി വേണ്ടി വന്നാൽ നമുക്കൊരു വലിയ ടാങ്ക് വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല, ഈ ഒരു 4-5 വാർഡുകൾക്ക് കൊടുക്കാനുള്ള വെള്ളം അവിടുന്ന് കിട്ടും. KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 7 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത്. 40ഓളം കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. തൊട്ടടുത്ത പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ജലവിതരണ പദ്ധതിയിൽ നിന്നാണ് ഈ പ്രദേശത്ത് വെള്ളം ലഭിച്ചിരുന്നത്. പുതിയ പദ്ധതിയിലൂടെ മറ്റു പ്രദേശങ്ങളിലേക്കും വിതരണം ചെയ്യാനുള്ള വെള്ളം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ. PP ഹൈദർ മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിളയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലടി സുധാകരൻ, KT അഷ്റഫ്, KMCC പ്രതിനിധി മുസ്തഫ, KT അബ്ദുറഹ്മാൻ ഹാജി, E ഫദലു, E അയ്യൂബ്, കുഞ്ഞാവുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പനി പടർന്നു പിടിക്കുമ്പോഴും നാട്ടുകളിൽ കിടത്തി ചികിത്സ സൗകര്യമില്ലാതെ നാട്ടുകാർ വലയുന്നു. നിലവിലെ കെട്ടിടത്തിൽ ചോർച്ചയും കേടുപാടുകളും സംഭവിച്ചിട്ടും അവിടെ തന്നെയാണ് OPയും മരുന്ന് വിതരണവും തുടരുന്നത്. ദിനം പ്രതി 200-ലധികം പേരാണ് OPയിലെത്തുന്നത്. നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ രോഗികൾ വിഷമിക്കുകയാണ്. ഇതേസമയം പുതിയതായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയാണ്. തെരുവു നായ്ക്കളും മറ്റും കയറി കിടക്കുകയാണ് ഇവിടെ. കെട്ടിടത്തിൽ സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാലാണ് പ്രവർത്തനം നടത്താൻ കഴിയാത്തത്. ഇന്ന് തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ 200-ൽ പരം രോഗികളാണ് ഒരു ദിവസം OPയിൽ വരുന്നത്. അവർക്ക് നിൽക്കാനും ഇരിക്കാനും ഇടമില്ലാത്തത് കാരണം പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നല്ലാതെ അതിലേക്ക് ഇതുവരെ നമുക്ക് മാറ്റപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് ചെയറോ അല്ലെങ്കിൽ അതിനു വേണ്ട ഉപാധികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഭരണസമിതി ഈ പ്രാവശ്യം നമ്മൾ ഫണ്ട് വെക്കുകയും അതിലേക്ക് വേണ്ട മെഡിസിൻ വെക്കാനുള്ള ക്യാബിന്, അതുപോലെ തന്നെ ഇരിക്കാനുള്ള ചെയർ, മറ്റു അവിടെ നിത്യ പരിപാടികൾക്കുള്ള ചെയറുകളും മറ്റും എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പനി വ്യാപിച്ചതോടെ കൂടുതൽ സൗകര്യത്തിനായി നിലവിലെ ആശുപത്രി പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള പ്രാരംഭ നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്നും ഫർണിച്ചറുകളുടെ അഭാവമാണ് പ്രശ്നം. അവ വാങ്ങിക്കുവാൻ 2.5 ലക്ഷം രൂപ വകയിരുത്തിയതായും പ്രസിഡന്റ് അറിയിച്ചു. CCA ന്യൂസ്, ചെത്തല്ലൂർ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കാട്ടുകുളം AKNM MA മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം MLA P. ഉണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരെ പഠിച്ച അധ്യാപകർ മാത്രമായിരിക്കും അവർ പഠിക്കുന്ന സ്കൂളിന് സമീപത്തുള്ള അവരുടെ വീടുകളുടെ പ്രദേശത്ത് ഒരു ഗ്രാമമാകെ ഈ കുട്ടികളുടെ കൂടെ ജോലിവന്ന പോലെയാണ് പല സ്കൂളുകളിലും ഉണ്ടായിരുന്നത്. അപ്പൊ പഴയകാലം ഇല്ലാത്തതുകൊണ്ട് ഒരു ഉത്സാഹം ഈ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ ഗ്രാമത്തിൽ പോലും ഉണ്ടായിരുന്നത്. അപ്പൊ ഗ്രാമത്തിലേക്കാണെങ്കിൽ ഉത്സവമായി മാറുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിജയോത്സവം എന്ന് പറയുന്ന പരിപാടി നടത്താറുണ്ട്. വലിയ താല്പര്യം ഈ ഗ്രാമത്തിൽ മുഴുവൻ ആളുകൾക്കും ഉണ്ടാകുന്ന കാര്യമാണ്. PTA-യും മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥികളും ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകളുടെ വിതരണവും നടത്തി. ഇതോടൊപ്പം തന്നെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നേടിയ സ്കൌട്ട് യൂണിറ്റിനെയും മികച്ച NSS വളണ്ടിയറായി തെരഞ്ഞെടുക്കപ്പെട്ട വിപിലിനെയും MBBS-ന് സെലക്ഷൻ കിട്ടിയ പൂർവ്വ വിദ്യാർത്ഥികളായ ദിവ്യ KS, ദിവ്യ R ഗൗതം എന്നിവരെയും ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് പ്രവേശന പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ PG ഗൗതം, നീറ്റ് പ്രവേശന പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ സിദ്ധാർത്ഥ്, സുധീഷ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. PTA പ്രസിഡന്റ് A. സ്വാമിനാഥൻ അധ്യക്ഷനായിരുന്നു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയദേവൻ, ഓമന, ജാനു M, K. ഉണ്ണിനാരായണൻ, V. ശ്രീധരൻ മാസ്റ്റർ, M. കാർത്തിയാനി ടീച്ചർ, E. ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCA ന്യൂസ്, കടമ്പഴിപ്പുറം. ചെത്തല്ലൂർ അത്തിപ്പറ്റ വിമൺ വെൽഫെയർ സെന്ററിന്റെ മതിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നന്നാക്കാൻ നടപടിയാകാത്തത് സാമൂഹിക ദ്രോഹികൾക്ക് സഹായകരമാകുന്നതായി ആക്ഷേപം.
കഴിഞ്ഞ മാസം സമീപത്തെ ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ ഇടിച്ചാണ് മതിൽ തകർന്നത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗേറ്റും മതിലും തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ആർക്കു വേണമെങ്കിലും അകത്തു കടക്കാൻ പറ്റും. ജനകീയ ആവശ്യം പരിഗണിച്ച് മതിൽ കെട്ടി സുരക്ഷ ഉറപ്പാക്കണമെന്ന് പ്രദേശവാസികൾ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേസമയം പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കാലതാമസം കൂടാതെ മതിൽ കെട്ടാൻ നടപടിയെടുക്കാമെന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാമൻകുട്ടി ഗുപ്തൻ അറിയിച്ചു. CCA ന്യൂസ് ചെത്തല്ലൂർ. ഇസ്തിരിപ്പെട്ടിയിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു. അൽനല്ലൂർ കണ്ണംകുണ്ടിൽ തെറ്റുംകുഴിയിൽ ശങ്കുണ്ടിയുടെ മകൻ നാരായണനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഭാര്യ കമലാക്ഷി. CCN വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കൂ www.ccntv.in. പ്രധാന വാർത്തകൾ വീണ്ടും. വല്ലപ്പുഴയിലെ CPM SDPI സംഘർഷത്തെ തുടർന്ന് പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷ. ആക്രമണത്തിനെതിരെ CPM വല്ലപ്പുഴയിൽ നടത്തിയ ഹർത്താൽ സമാധാനപരം. ലഹരിക്കും കുഴൽപ്പണത്തിനും പിറകെ നിരോധിത നോട്ട് വിപണനത്തിന്റെ പ്രധാന താവളമായി പെരിന്തൽമണ്ണ മാറുന്നു. 1 മാസത്തിനുള്ളിൽ 4 കോടിയോളം നിരോധിത കറൻസിയാണ് പെരിന്തൽമണ്ണയിൽ പിടികൂടിയത്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കരിമ്പുഴയിൽ CPI രംഗത്ത്. കരിമ്പുഴയിലെ റീസർവേയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIയുടെ നേതൃത്വത്തിൽ കരിമ്പുഴ 1 വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ഒറ്റപ്പാലം പനമണ്ണ ക്ഷീരോത്പാദന സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം. 10 വർഷത്തിലേറെയായി ഓഡിറ്റ് ചെയ്തില്ലെന്നും കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്നും ആരോപിച്ച് ക്ഷീര കർഷകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. CCN വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ്, കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.